അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയനാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫാണിത്. ഇനി ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു വലിയ സൈസുള്ള സവാള ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വലിയ സവാള ഇതുകൊണ്ട് 1 എണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇത് ക്യൂബായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്കൊരു 15 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം 2.5 ചെറിയ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഈ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഈ റെസിപ്പിയിൽ മുന്നിട്ട് നിൽക്കണം. അതാണ് ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഞാനിപ്പം ഈ ബീഫിലേക്ക് ഒരു മാരിനേഷൻ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 5 ചെറിയ സ്പൂണോളം ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഇനി വേറെ കുരുമുളക് പച്ചമുളക് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള അത്രയും മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം എരിവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉപ്പും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ബീഫായിട്ട് യോജിച്ച് വരുന്നവരെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഈ ഒരു ബീഫ് ഫ്രൈ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി, ദോശ, പൊറോട്ട ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു റെസിപ്പി. അപ്പം ഞാനിപ്പം നേരത്തെ അരച്ച ഒരു മിക്സ് കൂടി ഈ ഒരു ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിൻ്റെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ സാധാരണ ബീഫിലൊക്കെ ചേർക്കുന്ന ആ ഒരു അളവിൽ തന്നെ കുറച്ച് ചേർത്താൽ മതി. കുറേ അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിപ്പോൾ കാശ്മീർ റെഡ് ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് അങ്ങനെ കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ അതിനുശേഷം നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ബീഫൊക്കെ നമുക്ക് വേവ് കുറഞ്ഞ ബീഫ്, വേവ് കൂടിയ ബീഫൊക്കെ ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. വെള്ളം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളിതിൽ അത്യാവശ്യം മസാലകളൊക്കെ ചേർത്തതുകൊണ്ട് എന്തായാലും നമ്മൾ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 8-10 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്. അതും ഈ ഒരു റെസിപ്പിയുടെ ഒരു ഹൈലൈറ്റാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയും പെരുംജീരകമാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാനിപ്പോൾ കുറച്ച് സ്റ്റോക്ക് കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു റോസ്റ്റ് ടൈപ്പിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ബീഫ് പീസസ് മാത്രം വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു റോസ്റ്റ് പോലെയായിട്ടാണ് ചെയ്യുന്നത്, പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്ലെയിം കൂട്ടിയിരുന്നാൽ മുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം.
അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ഒരു ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്